പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠരായ ദൈവജനമേ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു നല്ല പ്രഭാതം സ്വർഗത്തിലെ ദൈവത്തിന്റെ പുണ്യനാമത്തെ ഉയർത്തി നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ഒരു സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ദേശവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്ന കുടുംബങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അത് വലിയ തകർച്ചയുടെ അനുഭവവും സമാധാനമില്ലായ്മയും സന്തോഷം കെടുത്തുന്നതുമാണ്. അത് വളരെ പ്രയാസകരമായൊരു ജീവിതമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിന്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തിനകത്ത് വലിയ സമാധാനവും സന്തോഷവും ഉണ്ട്. അവിടെ ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വിഷയങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഒക്കെ കാണുമെങ്കിലും അവിടെ ഒരു സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 31-32 വാക്യങ്ങൾ. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞ് പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. പലവിധ പ്രശ്നങ്ങളുടെയും കാരണം ക്ഷമിക്കാൻ കഴിയാത്തതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെയധികം സ്വസ്ഥതക്കുറവുണ്ടാക്കും, സമാധാനക്കുറവുണ്ടാക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഒരു ഭർത്താവ് ക്രൂരമായി ഭാര്യയോട് സ്നേഹമില്ലായ്മയിൽ പെരുമാറിയ അനുഭവങ്ങളിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ദീർഘവർഷങ്ങളൊക്കെ ഭാര്യ മനസ്സിനകത്ത് ക്ഷമിക്കാൻ കഴിയാത്ത നിലകളിൽ പക വെച്ചോണ്ട് ഭർത്താവിനോടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലുള്ള അവസ്ഥ എന്താ? ഒരു സമാധാനവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നും ആ ഭർത്താവിനോടുള്ള നീരസവും എന്നും പ്രശ്നങ്ങളും അടങ്ങിയ ആ മനസ്സുമായി പകയോടെ ജീവിക്കുകയാണ്. അവരുടെ കുടുംബ ജീവിതം ഒരിക്കലും സന്തോഷകരമാകയില്ല. ഭാര്യയെ സ്നേഹിക്കേണ്ടുന്നതിന് പകരം ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയാത്ത നിസാരമായ ഏതെങ്കിലും കാര്യങ്ങളിലോ ക്ഷമിക്കാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങളിലോ ഒക്കെ ഭാര്യയോട് നീരസം വെച്ചുകൊണ്ട് ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിയാൽ സഹോദര, യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്കുണ്ടാകയില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങനെ ഉണ്ടാകില്ല. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവവചനം പറയുന്നു, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ദൈവിക ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു അനുഗ്രഹമായി മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് മാറും. നമ്മുടെ വീട് ഒരു സ്വർഗതുല്യമായി ഒരു സമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു അനുഭവങ്ങൾ ഉണ്ടാകും. പകയോ പിണക്കമോ ഒന്നുമില്ലാത്ത, തമ്മിൽ ക്ഷമിച്ചും സ്നേഹിച്ചും തമ്മിൽ മനസ്സിലാക്കിയുമുള്ള ജീവിതം അനുഗ്രഹമാണ്. ഇവിടെ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ദൈവത്തോട് അടുത്തു വരാൻ യോഗ്യതയുള്ളവരല്ലായിരുന്നു നാം. പക്ഷേ ക്രിസ്തുവിൽ നമ്മെ ദൈവം നോക്കുമ്പോൾ, ക്രിസ്തുവിലൂടെ നമ്മെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും എല്ലാം ക്ഷമിച്ചു. നമുക്ക് പകരമായിട്ട് ക്രൂശിൽ ഒരുവൻ മരിച്ചു. ആ ക്രൂശിൽ മരിച്ച നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു. നമ്മുടെ കുറ്റങ്ങളെല്ലാം
ദൈവം ക്ഷമിച്ചു. ദൈവത്തോട് നമുക്ക് നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് കൂട്ടായ്മ പങ്കിടുവാനിടയായി. അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്. അതുപോലെ മനുഷ്യൻ തമ്മിലും സ്നേഹമില്ലായ്മയാണ് ക്ഷമിക്കുവാൻ കഴിയാത്തതിനുള്ള കാരണം. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ഏതു പ്രശ്നങ്ങളെയും ഭാര്യ, ഭർത്താവോ, രക്ഷിതാക്കളോ, വീട്ടിലുള്ള കുഞ്ഞുങ്ങളോ, സഹോദരീ സഹോദരങ്ങളോ, ദേശവാസികളോ ഒക്കെ ആയിട്ടുള്ള പലവിധ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ക്ഷമിക്കാൻ കഴിയാതിരുന്നാൽ അവരെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം നാം മനസ്സിലാക്കുന്നത് ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ നമ്മുടെ കുറ്റങ്ങളൊന്നും കണക്കിടാതെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത് നമ്മളോടുള്ള സ്നേഹമാണെന്നതുപോലെ നമ്മൾ ആരുടെയും കുറ്റങ്ങൾ കാണാതെ, മറ്റുള്ളവരുടെ കുറവുകൾ കാണാതെ, അവരെ താഴ്ത്തിക്കെട്ടാതെ നമുക്കവരെ സ്നേഹിക്കാം. നമ്മളോട് എന്തെങ്കിലും വിരോധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് ക്ഷമിക്കാം. ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കട്ടെ, തലമുറകൾ രക്ഷിതാക്കളോട് ക്ഷമിക്കട്ടെ, രക്ഷിതാക്കൾ തലമുറകളോട് ക്ഷമിക്കട്ടെ, ദേശവാസികളോട് ദൈവമക്കൾ ക്ഷമിക്കട്ടെ, ദൈവജനം തമ്മിൽ ക്ഷമിക്കട്ടെ. കുറ്റം പറഞ്ഞും അസൂയകളുടെ വാക്കുകൾ പറഞ്ഞും വളരാൻ കഴിയാതെ ഒതുക്കുന്ന മണ്ഡലങ്ങൾ പറഞ്ഞും അകറ്റി നിർത്തിയും ഒക്കെയുള്ള അനുഭവത്തിനകത്തുനിന്ന് തമ്മിൽ ക്ഷമിച്ചും സ്നേഹത്തോടെ കരുതിയും ദൈവത്തിൻ്റെ ആ വലിയ ഫലങ്ങളിൽ നമുക്ക് ഈ ഭൂമിയിൽ നമുക്കത് കാണിച്ചു കൊടുക്കുവാൻ സാധ്യമാണ്. യേശു ജീവിച്ചതുപോലെ, യേശുവിൻ്റെ സ്വഭാവം പോലെ, ദൈവം നമ്മളോട് ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കാം. നിങ്ങളുടെ വീടൊരു അനുഗ്രഹമായി മാറും, നിങ്ങളുടെ തലമുറകൾ ഒരു അനുഗ്രഹമായി മാറും, നിങ്ങളൊരു അനുഗ്രഹമായി മാറും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ക്ഷമിക്കാൻ കഴിയാതെ വീട്ടിനകത്ത് കലഹം ഉണ്ടാക്കി പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ പദ്ധതിയെ തിരിച്ചറിയാം. എന്നിട്ട് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനായിട്ടുള്ള വഴികൾ ദൈവവചനത്തിൽ കേൾക്കുന്നത് പോലെ ക്ഷമിച്ചും സ്നേഹിച്ചും മുന്നേറാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് കർത്താവെ കേട്ട വചനത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ക്രിസ്തുവിൽ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കാൻ അവിടുത്തെ വചനം ഞങ്ങൾ ധ്യാനിച്ചു. കുടുംബങ്ങളെ കലഹങ്ങളിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ സകല പദ്ധതികളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താവിന് ഇടയിലുള്ള പ്രശ്നങ്ങൾ, ക്ഷമിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, രക്ഷിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ക്ഷമിക്കാൻ കഴിയാത്തതായിരിക്കുന്ന പ്രശ്നങ്ങൾ, ദേശവാസികളിലും സഭകളിലുമൊക്കെ തമ്മിൽ ക്ഷമിക്കാൻ കഴിയാത്തതായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവം സഹായിക്കണം. തമ്മിൽ സ്നേഹിച്ച് കരുതി സന്തോഷത്തോടെ അനുഗ്രഹമായി ജീവിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കും. ഈ ഒരു പുതിയ ദിവസം നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആവശ്യങ്ങളുള്ളവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്. രോഗികൾക്ക് വിടുതലും ആവശ്യങ്ങളുടെ നടുവിൽ അത്ഭുതവും ചെയ്ത് ദൈവം മാനിക്കണം. ക്യാൻസർ ബാധിച്ച് പലവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന സഹോദരിക്കായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നുവല്ലോ കർത്താവേ. ആ പ്രിയ സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകണം. അങ്ങനെ ക്യാൻസർ രോഗങ്ങളാൽ ബാധിച്ച് വളരെയധികം ഭാരപ്പെടുന്നവർക്ക് അത്ഭുത സൗഖ്യം കർത്താവ് നൽകണം. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കും. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഈ പുതിയ ദിവസത്തിൽ വേണ്ടുന്ന ദൈവിക അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകി വിജയകരമായി ജീവിക്കാനുള്ള കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. വചനം കേട്ടതുപോലെ തമ്മിൽ ക്ഷമിച്ച് സ്നേഹത്തിൽ മുന്നേറാൻ എല്ലാവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സകലമാന കോപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. അതുകൊണ്ട് തമ്മിൽ സ്നേഹിച്ച് കർത്താവിൽ ആശ്രയിച്ച് യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി ജീവിപ്പാൻ കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ.
അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. വലിയ സന്തോഷവും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായി വർദ്ധിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് വീണ്ടും നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.